വെറും 3 സാധനങ്ങൾ കൊണ്ട് ഒരു കിടിലൻ ഒരു റെസിപ്പി ഉണ്ടാക്കിയാലോ? അതായത് കാരമൽ പുഡിംഗ്. ഈ കാരമൽ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. കോഴിമുട്ട, അതുപോലെ തന്നെ പഞ്ചസാര, പാല്, പിന്നെ കുറച്ച് വാനില എസൻസും. അപ്പോൾ ഇത്രയും സിമ്പിൾ, വളരെ സിമ്പിൾ ആയതുകൊണ്ട് നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിടിലൻ സംഭവം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, മാസ്റ്റർ പീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കാരമൽ പുഡിങ്ങിന് വെറും 3 സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ഒന്ന് കോഴിമുട്ട, അതുപോലെ തന്നെ പഞ്ചസാര, പിന്നെ ഈ പാത്രത്തിൽ ഇതാ കുറച്ച് പാലും കൂടി ആവശ്യമുണ്ട്. ഇത്ര സാധനങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് വാനില എസൻസ്. അപ്പോൾ 4 സാധനങ്ങളായി അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മൾ നേരെ അടുപ്പത്തേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതാ ഈ ഒരു ഗ്യാസ് ഓൺ ചെയ്യുക. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ച് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ കുറച്ച് പഞ്ചസാര ഉരുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു സാധാരണ നോർമൽ വലുപ്പത്തിലുള്ളൊരു കേക്കാണ്, കേക്കല്ല പുഡിങ്ങാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ഏകദേശം ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര എടുക്കുക. നമ്മൾ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ, അല്ലെങ്കിൽ അത് കാർബണായി പോകും. അപ്പോൾ ഇനി നമ്മളിത് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ട്. അതാണ് നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ മെയിൻ സംഭവം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നു. അപ്പോൾ ഇനി നമ്മൾ കുറച്ചേരം കൂടി വെയിറ്റ് ചെയ്യണം. കാരണം ഇത് ചെറുതായിട്ട് കളർ ചേഞ്ച് ആവണം. കൂടുതൽ കളർ ചേഞ്ച് ആയിട്ട് കരിഞ്ഞു പോകുന്നു വേണ്ട. ചെറിയൊരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിലേക്ക് 4 കോഴിമുട്ട നമ്മൾ പൊട്ടിച്ച് വയ്ക്കാൻ പോവാണ്. ഓക്കെ, 1. നമ്മളിത് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായി കൊണ്ടാണല്ലോ. അതുകൊണ്ട് ബീറ്റർ ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. ബീറ്റർ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 4 കോഴിമുട്ട നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 2 സാധനങ്ങൾ സെറ്റ് ആയില്ലേ? മൂന്നാമത്തെ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു പാത്രം ഇവിടെ വെച്ചതിന് ശേഷം പാലൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 3 കപ്പ് പാലാട്ടോ. അപ്പോൾ ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. നമ്മൾ ആ പുഡിങ്ങിലേക്ക് ആവശ്യമുള്ളൊരു പഞ്ചസാര ഉണ്ടാവില്ല, ആ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. തിളച്ചിങ്ങനെ വരുമ്പോൾ ഗ്യാസ് ആണ് ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇനി ഇത് കുറച്ച് ചൂടാറിയതിന് ശേഷമാണ് ബാക്കി പരിപാടികൾ. നോർമൽ എല്ലാവർക്കും ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സാധാരണ ചട്ടിയും അതുപോലെ തന്നെ ഒരു ഓട്ടപാത്രമൊക്കെ എടുത്തിട്ടുള്ള ഒരു പരിപാടി കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇനി ഇങ്ങനെ ആക്കിയതിന് ശേഷം നേരെ നമ്മുടെ ഓവനിലേക്ക് വെച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ ഇല്ലാത്തവർക്ക് ഇഡ്ഡലി കുക്കറിലേക്ക് വെച്ചാൽ മതി. ഇഡ്ഡലി കുക്കർ ഇല്ലാത്തവർക്ക് ഇതേപോലെ ഒരു ചട്ടി വെച്ചാൽ മതി. ആ ചട്ടിയിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളൊരു ഓട്ടപാത്രം വെച്ചു കൊടുക്കും. നമ്മൾ ചട്ടി വെച്ചില്ലേ, അപ്പോൾ ആവി വരുന്നുണ്ട്. ഈ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു രീതി, അതായത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇനി കൂടുതലായിട്ട് പറയാമെന്നല്ല, ഇനി ചെയ്യാനുള്ളത് ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് ഇതൊന്ന് ആവിയിൽ കുക്ക് ചെയ്തെടുക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് പണി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ കാരമൽ പുഡിംഗ് റെഡിയാവും. പാല് കുറച്ചൊക്കെ ചൂടായിട്ട് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ചൂടാറും. നന്നായിട്ട് തണുക്കുന്നു വേണം, എന്നാലും കുറച്ചൊക്കെ തണുക്കും വേണം കേട്ടോ. കാരണം അല്ലെങ്കിൽ കോഴിമുട്ടൊക്കെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യും മാറും. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ കോഴിമുട്ട ഉണ്ടല്ലോ, എഗ്ഗ് 3 എണ്ണം എടുത്തിരുന്നു, 4 എണ്ണം എടുത്തിരുന്നു. അതിങ്ങനെ മിക്സ് ചെയ്തിരുന്നു. അത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ മെല്ലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, കാരമൽ, അതായത് പഞ്ചസാര ഉരുക്കി വെച്ചത് നിങ്ങൾക്ക് ഓർമ്മയല്ലേ? ആ ഒരു സംഭവം നന്നായിട്ട് ഉരുക്കി ഇങ്ങനെ മിഠായി പോലെ, അതായത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാലൊന്നും വീഴാത്ത രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉരുകി എപ്പോഴാണ് വെച്ച് കഴിഞ്ഞാൽ ഇനി കുക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, നേരെ നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പാലും അതുപോലെ തന്നെ എഗ്ഗും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ പുഡിങ്ങിൻ്റെ എല്ലാ സംഭവവും സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. കേക്കിൻ്റെ അത്ര ഇതൊന്നും വേണ്ട കേട്ടോ. ഇനിയാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് റെഡിയാക്കി എടുക്കേണ്ടത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും ഇതിൽ ഗ്യാസൊക്കെ വരല്, ഗ്യാസല്ല പുകയൊക്കെ വരൽ തുടങ്ങി, ആവിയൊക്കെ വരൽ തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സംഭവം, ആ ഒരു കൂട്ട് റെഡിയാണ്. ഈ അടപ്പെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് അടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ അടപ്പൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം, ആവിയൊക്കെ പുറത്ത് പോകാത്ത രീതിയിൽ വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ കുറച്ച് നേരം കുക്ക് ചെയ്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആവിയിലാണ്. അപ്പോൾ ഈ ആവിയൊക്കെ പുറത്ത് പോകാതെയൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ അത്ര മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ. കുറച്ച് നേരം കുക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമ്മളിത് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാരമൽ പുഡിംഗ് ഇതാണ്. ജസ്റ്റ് മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു പാത്രത്തിലേക്കാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു പാത്രം ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഓക്കെ നമ്മളിങ്ങനെ കമിഴ്ത്തിയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കാരമൽ പുഡിംഗ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ.
ഇതാ ഇവിടെ ഞാൻ ഇളക്കിയിൽ ചെറുതായിട്ടും കട്ടായി പോയി. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതേപോലെ നമ്മൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ, ഒരുപാട് തിന്നാൻ തോന്നുന്നുണ്ട്. ടേസ്റ്റിൻ്റെ കാര്യം ഒന്നും പറയാനില്ല, നമുക്ക് വെറും 3 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ആ ഒരു കോഴിമുട്ടയുടെ ഫ്ലേവർ അതങ്ങനെയല്ല വരുന്നത്, പക്ഷേ അതിൻ്റെ പുറമേ നമുക്ക് ആ ഒരു കാരമലൈസ് ചെയ്ത ആ ഒരു ഷുഗറിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതാട്ടോ അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉണ്ട്. കൂടുതലായിട്ട് അത് കരിഞ്ഞു പോലത്തെ കിട്ടും. ഈ ലെവലിൽ കറക്റ്റ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.